ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു പഴയ സെറ്റ് മുണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കറയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡൈ യൂസ് ചെയ്തിട്ട് ഒരു ജീൻസൊക്കെ കളർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണേ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, ബ്ലാക്ക് ഡൈ മുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലാണ് ഇതിങ്ങനെ കെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ട്രൈ ചെയ്യുന്നത്. സെറ്റും മുണ്ടുമാണ്. വേറെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ആകാംക്ഷകൾ ഞാൻ എടുത്ത് ചാടാൻ പോവാണ് ഗൈസ്. ഇത് വന്നിട്ട് ഷോളാണ്, മേളിൽ ഉടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ 2 പാർട്ടാക്കിയിട്ട് ഇതുപോലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ലോങ്ങിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് എൻഡിൽ വന്നിട്ട് ഒരു റൗണ്ട് സ്ക്വയർ പോലത്തെ സംഭവം വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 കെട്ടായിട്ട് ഇട്ടേക്കുന്നത്. ഇത് കണ്ട് കഥകളിയുടെ ഈ സംഭവം പോലെ കെട്ടി വന്നപ്പോൾ അങ്ങനെയുണ്ട്. സെറ്റിൻ്റെ മുണ്ട് വരുന്നതാണിത്. അപ്പോൾ അത് ഞാൻ ആ രീതിയിലാണ് കെട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് ഈ ഒരു സംഭവം മുക്കി വെക്കാനായിട്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഷോന്ന് ഇതുപോലൊരു ഡൈ മേടിച്ചായിരുന്നു. മറ്റേ കടം കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഡൈ മേടിച്ചായിരുന്നു. പഴയ നമ്മുടെ മങ്ങിപ്പോയ തുണിയൊക്കെ നമുക്ക് അങ്ങനെ മുക്കി നല്ല സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു ഡൈ. അപ്പോൾ അത് അന്ന് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി കണ്ടാൽ മതി. അതിൽ ഞാൻ പഴയ ജീൻസ് പിന്നെ ഒരു ഡെനിം കോട്ട് എല്ലാം നല്ല സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ ഒരു സെറ്റ് മുണ്ടും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റ് മുണ്ടിൽ എന്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നുകൂടാതെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഓരോ ബോധക്കട ആലോചിക്കില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാം. വെള്ളം കുറേ നേരമായിട്ട് ചൂടായിട്ടൊന്നുമില്ല. അത് തിളയ്ക്കണം. അത് തിളച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കടം കളേഴ്സ് എന്ന് പറയുന്ന ഡൈ. മീഷോയിൽ മേടിച്ച മീഷോയിൽ നല്ല ഓഫറിന് നമുക്ക് മേടിക്കാൻ പറ്റും. ബ്ലാക്ക് കളർ വന്നിട്ട് അതിൻ്റെ 3 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. ബ്ലാക്ക് കളർ പൊടിയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറേ നേരം വെള്ളം എടുത്തിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ വെള്ളം എടുത്തു. പിന്നെ നിങ്ങൾ ഇതുപോലൊരു കമ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം കെമിക്കലാണ്, നല്ല ചൂടുവെള്ളമാണ്. അപ്പം ഞാൻ ആദ്യം അതിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ആ നേരത്തെ കാണിച്ച ആ ഒരു ഡൈയുടെ പൗഡർ ഇല്ലേ, ആ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് പതിയെ മുക്കി വെക്കേണ്ടത്, എനിക്കിപ്പം ഈ ഒരു സെറ്റും മുണ്ട് ഞാൻ 2 മുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് പതിയെ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഞാൻ 30 മിനിറ്റ്സ് വെക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി മറ്റേ ഫിക്സർ ഉണ്ട്, ഡൈ ഫിക്സർ. അത് നമുക്ക് ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ബാക്കി വെള്ളം കൂടെ തിളയ്ക്കാൻ വെച്ചേക്കും ഇനി. അപ്പോൾ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ ആ വെള്ളം കൂടെ തിളച്ചിട്ട് നമുക്കത് മുക്കി വെച്ചിട്ട് റിസൾട്ട് എന്താവും നോക്കാം. എനിക്കറിയത്തില്ല ഇത് എന്താവും റിസൾട്ട്. ടൈംസ് വെച്ചിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡൈ ഫിക്സർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പുറത്തിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഇതിലേക്ക് മുക്കുവാണ്. എന്നിട്ട് പിന്നെ ഞാനൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ ഈ ഡ്രസ്സ് ഒന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കും. ഈ വഴിയുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഇവിടെ അടുത്തുള്ളൊരു പറമ്പിലെ പണി കഴിഞ്ഞിട്ട് അവരത് മരമൊക്കെ വെട്ടി അതങ്ങനെ ആക്കി ഇട്ടേക്കുക. ഇനി അത് നമ്മൾ തന്നെ വൃത്തിയാക്കി എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു 6 മണിയായി. അപ്പം ഈ ഒരു ലൈറ്റ് കിട്ടണം, കറക്റ്റ് വെട്ടത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കെട്ട് നൂല് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ആ നൂല് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കത്രിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വെട്ടുന്ന കത്രി എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. കൊള്ളാവല്ലേ? ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇരുട്ടായി. ഭയങ്കര കൊതുകിൻ്റെ ശല്യവും. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന റിസൾട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡയറക്റ്റ് വെയിൽ കൊണ്ട് ഉണക്കരുത്, ഒരു ലൈറ്റ് ഷെയ്ഡിൽ വേണം ഉണക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. ആ ഒരു ഗോൾഡനിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ആഷ് കളറാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റുമായിട്ട് മിക്സ് ആകുമ്പോൾ ബ്ലാക്ക് ആഷ് കളർ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കളർ കിട്ടിയത്. എന്നാലും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാനൊരു ഐഡിയ വെച്ച് തന്നെയാണ് ചെയ്തത്. കുറച്ച് പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കുറച്ച് പോർഷനിൽ വേറൊരു സ്ക്വയർ ഷേപ്പിലുള്ള
ഒരു ഡിസൈൻ, പിന്നെ വെർട്ടിക്കലായിട്ടുള്ള ഡിസൈനൊക്കെ ഞാൻ കുറച്ചൊരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. സംഭവം ഇതൊരു വൈറ്റ് സെറ്റ് മുണ്ടും ആയിരുന്നു. അത് അങ്ങനെ ആ ഒരു കറ പിടിച്ചിരുന്ന സമയത്താണ് ഞാൻ ഉപയോഗിക്കത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആക്കി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. ആ ഒരു ഗോൾഡൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഇതിനെന്തെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.